പിന്നെ താങ്കൾ ഇവിടെ പറഞ്ഞതിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നതിന് ഞങ്ങൾ എതിരാണ്, സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യുന്നതിനെതിരാണ്, എന്തിനേറെ നിങ്ങളുടെ മുഖ്യശത്രുവായ DK ശിവകുമാറിനെ ചോദ്യം ചെയ്യുന്നതിനെതിരാണ്. നിങ്ങൾ എന്തിനാണ് സുഹൃത്തെ ഈ അവരെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? ഈ ED എടുക്കുന്ന നടപടികൾ അങ്ങേയറ്റം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ നയങ്ങളോടും എനിക്ക് ഒരുപാട് നയങ്ങളോട് അവരോട് വിയോജിപ്പുണ്ട്. അത് പറയുമ്പോൾ തന്നെ ഞാൻ ചോദിക്കട്ടെ, സിസോദിയ എന്ന് പറയുന്ന ഈ അരവിന്ദ് കെജ്രിവാളിന്റെ വലങ്കൈയായിട്ടുള്ള ഉപമുഖ്യമന്ത്രി ഇപ്പൊ എവിടെയാണ് കിടക്കുന്നത്? എത്ര കോടതികളിലൂടെ ഈ കേസ് അദ്ദേഹത്തിന് ജാമ്യത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ എത്തി? ജാമ്യം കൊടുത്തോ? സുപ്രീം കോടതി ജാമ്യം കൊടുത്തോ? നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിക്ക് എല്ലാ കാലത്തും അനുകൂല വിധി വരുമ്പോൾ ജനാധിപത്യ കോടതിയും പ്രതികൂല വിധി വരുമ്പോൾ അത് ബൂർഷ്വാ കോടതിയുമാണെന്നുള്ള കാര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ. ഇവിടുത്തെ സുപ്രീം കോടതി, ഈ സാധാരണ ഒരു മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള ജഡ്ജിമാർക്ക് സിസോദിയ കുറ്റക്കാരനല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നോ ജാമ്യം കൊടുക്കാമായിരുന്നല്ലോ. അതുമാതിരി തന്നെ സോറന്റെ കാര്യം താങ്കൾ പറഞ്ഞു. ഇപ്പൊ തിങ്കളാഴ്ച സോറന്റെ കേസ് കോടതിയിൽ വരികയാണ് ജാമ്യത്തിന് വേണ്ടിയിട്ട്. സോറൻ ജയിലിലാണെന്ന് താങ്കൾ ഒരു വിലാപമായി പറഞ്ഞു. ഈ സോറനെ നിങ്ങൾ വേറെ ഒരു കാര്യത്തിലും സോറന്റെ നയങ്ങളോടോ സോറന്റെ ഭരണശൈലിയോടോ നിങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷെ സോറനെ കേന്ദ്ര സർക്കാർ ഒരു ഭൂമി ഇടപാട് കേസിൽ പിടിച്ച് അകത്തിട്ടതിനെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള പരാതി നിങ്ങൾ പറഞ്ഞു. നമുക്കിപ്പോ തിങ്കളാഴ്ച കാണാം. തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഇത്തരത്തിലുള്ള ചർച്ചയിൽ താങ്കളും ഞാനും ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. സോറന് ജാമ്യം കിട്ടില്ല. കാരണം കോടതിക്ക് ആവശ്യമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ ഏജൻസികൾ ഹാജരാക്കുമ്പോൾ അവിടെ ജാമ്യം നിഷേധിക്കപ്പെടും. അപ്പൊ സിസോദിയേനെയും സോറനെയും അതുമാതിരി തന്നെ DK ശിവകുമാറിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് വിലപിക്കാതെ ഞങ്ങൾ, ഈ കേരളത്തെ നികുതിദായകർ ചോദിക്കുന്നു, ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയും ഈ നിലവിലുള്ള ഈ PV എന്ന് പറയുന്ന മാസപ്പടി കൈപ്പറ്റിയ ഈ ശശിധരൻ കർത്തായുടെ ഡയറിയിൽ രേഖപ്പെടുത്തിയ PV എന്ന് പറയുന്നത് ഞാനല്ല എന്നുള്ളത് പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞത് കൊണ്ടായില്ല. ഉമ്മൻചാണ്ടിക്ക് സോളാർ കേസിൽ യാതൊരു പങ്കുമില്ലെന്ന നിരപരാധിയായ മനുഷ്യൻ ഒരുപാട് വിളിച്ചു പറഞ്ഞു. പക്ഷെ ആ നിരപരാധിയായ മനുഷ്യന് ഒരുപാട് ചാനൽ ചർച്ചകളിൽ അങ്ങേയറ്റം ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ഞാൻ പറയുന്നു, അദ്ദേഹം അന്ന് പറഞ്ഞത് എന്താ? സത്യം തെളിയിക്കപ്പെടും. ആ സത്യം തെളിയിക്കപ്പെടുന്നത് വരെ നിയമം ആവശ്യപ്പെടുന്ന എല്ലാവിധ തെളിവുകളും കൊടുക്കാൻ അദ്ദേഹം സന്നദ്ധരായി മുൻപോട്ട് പോയിരുന്നു. അദ്ദേഹം കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ പോയിട്ട് അദ്ദേഹം ഈ കേസ് റദ്ദാക്കണമെന്ന് പറഞ്ഞ് ഹർജി കൊടുത്തപ്പോ നിങ്ങൾ കൊണ്ടുവന്ന വക്കീലിനെ, അതായത് CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയപ്പോ ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന വക്കീലിന് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് മറിയക്കുട്ടിക്കും പൊന്നമ്മയ്ക്കും കൊടുക്കാത്ത പെൻഷൻ പണം എടുത്തുകൊണ്ട് 1,20,00,000 രൂപയാണ് CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളത് ഈ സർക്കാർ. എന്നിട്ട് എന്തായി? ആ CBI അന്വേഷണം വന്നപ്പോ ഉമ്മൻചാണ്ടി കറ കളഞ്ഞ മനുഷ്യനായി. അതുമാതിരി കറ കളഞ്ഞിട്ട് പുറത്തു വരൂ. നിങ്ങളല്ലേ മിണ്ടിയ പറയണത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ, മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയം വേണ്ടു, മോന്തായം വളഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വളയും. അതൊക്കെ പറയുന്നവരെ തെളിയിക്കൂ. എന്തിനാണ് ഈ കർണാടക ഹൈക്കോടതിയിൽ പോയിട്ട് ഈ കേസ് സ്റ്റേ ചെയ്യണമെന്ന് പറയാൻ? നാണമില്ലേ നിങ്ങൾക്ക്? ഒരു മുഖ്യമന്ത്രിയുടെ മകളും ഒരു സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയുടെ മകളും അവരുടെ കൈകൾ ശുദ്ധമായിരിക്കണമെന്നത് കേരളീയ ജനതയുടെ ആഗ്രഹമാണ്. ഞങ്ങളെ ഭരിക്കുന്ന മന്ത്രിയുടെ ഭാര്യ, അദ്ദേഹം ഈ കിട്ടിയ 1,72,00,000 രൂപ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഭാര്യയുടെ സ്വത്തായിട്ട് കാണിച്ചിട്ടില്ല എന്ന് കൂടി താങ്കൾ മനസ്സിലാക്കണം. അപ്പൊ ജനങ്ങൾക്ക് ഇതിന്റെയൊക്കെ ക്ലാരിറ്റി അറിയാൻ ആഗ്രഹമുണ്ട്. ഇനി എനിക്ക് BJP പ്രതിനിധിയോടാണ് പറയാനുള്ളത്, താങ്കൾ കുറച്ചുകൂടി സൂക്ഷിച്ച് സംസാരിക്കണം ശ്രീ ഗണേഷ്. ഞാൻ ഇന്നൊരു മരണ വീട്ടിൽ, ഞാൻ ഇപ്പൊ ഗുരുവായൂർ ഇരുന്നുകൊണ്ട് ഇതിൽ സൂമിൽ പങ്കെടുക്കാൻ തന്നെ കാരണം ഞാൻ ഗുരുവായൂരാണ്. എനിക്കിന്ന് മരണ വീട്ടിൽ ഒരു ശവസംസ്കാര ചടങ്ങിന് പങ്കെടുക്കാനുണ്ടായിരുന്നു. അപൂർവം ചില ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് എന്നെ ഒരുപാട് പേര് വളഞ്ഞിട്ട് ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്തത്. ആ ചർച്ചയിലെ പ്രമുഖമായിട്ട് BJP-ക്കാരല്ലാത്ത എല്ലാവർക്കും ഉയർത്താനുള്ള വാദം ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. കാരണം കേരളത്തിലെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഇടതുപക്ഷത്തിന്റെ ഒന്നാം ഭരണത്തിലും രണ്ടാം ഭരണത്തിലും വന്ന അഴിമതി ആരോപണങ്ങൾ, അത് ആഴക്കടൽ മത്സ്യബന്ധനം മുതൽ സ്പ്രിംഗ്ലർ മുതൽ AI ക്യാമറ മുതൽ ഈ വിഷയം വരെയുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ BJP എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ കേവലം കാഴ്ചക്കാരാണ്. MK ഹരിദാസിനെ പോലെ പോലും നിങ്ങൾ പ്രതികരിക്കുന്നില്ല. താങ്കളെ പോലുള്ളവർ ഈ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഇത് മുഴുവൻ തെറ്റാണ് എന്ന് പറയലല്ല ഞങ്ങൾക്ക് ആവശ്യം. എന്നിട്ട് താങ്കൾ പറഞ്ഞ അടുത്ത വാക്കെന്താ? ഇവിടുത്തെ കോൺഗ്രസ് പ്രതിപക്ഷം യാതൊന്നും ചെയ്യുന്നില്ല. ഈ പണ്ട് ഒരു അമ്മായിയമ്മയും മരുമകളും കൂടിയിട്ട് എന്നും തല്ലും വഴക്കുവാണ്. എങ്ങനെയെങ്കിലും ഈ അമ്മായിയമ്മ ചത്താ മതിച്ചിട്ട് മന്ത്രവാദം ചെയ്യുന്ന മരുമകളാണ്. പക്ഷെ ഈ അമ്മായിയമ്മ രോഗം വന്ന് മരിച്ചപ്പോ ഈ മരുമകൾ വിലപിച്ചു അത്രേ, എന്നെയും കൂടി കൊണ്ടുപോകും അമ്മ, അമ്മയുടെ കൂടെ, എനിക്ക് അമ്മ ഇല്ലാണ്ട് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഇവിടുത്തെ പ്രതിപക്ഷം എന്ത് ചെയ്യുന്നുണ്ടെന്നറിയോ? അവർ 1-2 സമരങ്ങൾ നടത്തുന്നുണ്ട്. ഒരു മാത്യു കുഴൽനാടന്റെ ഒറ്റപ്പെട്ട സമരമായിട്ട് ജനങ്ങളത് കാണുകയാണെങ്കിൽ പോലും ഇവിടുത്തെ പ്രതിപക്ഷം ഈ പറഞ്ഞ മറ്റേ ആഴക്കടൽ മത്സ്യബന്ധനം മുതൽ ഈ PV എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള മാസപ്പടി വിവാദം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് വിശ്വാസം. പക്ഷെ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു?
ഒന്നും ചെയ്തിട്ടില്ല. അവിടെയാണ് ഞാൻ ഇന്ന് ആ മരണ വീട്ടില് എല്ലാവരും പറയുന്നത്, ഇത് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ നിങ്ങൾ മറ്റു 4 സീറ്റുകൾ 5 സീറ്റുകൾ ഒന്നും പറയുന്നുണ്ടെങ്കിൽ തൃശ്ശൂർ എങ്ങനെയെങ്കിലും പിടിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് CPM ഒരുക്കിയിട്ടുള്ള ഒരു കെണിയാണ് എന്ന് നിങ്ങളെ കുറിച്ചുള്ള ഒരു അപവാദം ഇന്ന് ഞാൻ ചുരുങ്ങിയത് ഒരു 10 പേര്, ഇവിടെ ലക്ഷ്മി പറഞ്ഞു സമൂഹ മാധ്യമത്തിലൂടെ അല്ല, ഞാൻ ഇന്ന് ഇതിന്റെ ഈ ചെകിട്ടാലെ കേട്ടു. അപ്പൊ അതിന് തല കുലുക്കാൻ അവിടെയുള്ള ഇടതുപക്ഷത്തിന്റെ അനുഭാവികളും കൂടി തയ്യാറായപ്പോ അത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ ഭരിക്കുന്നത് കേന്ദ്രമാണ്, ആ കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസികൾ ചെയ്യുന്നത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതാണോ നാളെ കേരളത്തിലെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഭരണത്തിൽ വരുമെന്ന് പറയുന്ന നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം എന്നാണ് ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. നോക്കൂ ലക്ഷ്മി, ഇവിടെ നെഹ്റു ഒരു നല്ല പ്രതിപക്ഷമില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് ഒരുപാട് തവണ അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ പല പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഈയിടെ മോദിയും പറഞ്ഞു 400 സീറ്റ് നേടിയിട്ട് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ നല്ലൊരു പ്രതിപക്ഷം ഇല്ലല്ലോ എന്നുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടെന്ന്. ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അവരുടെ വാക്കിൽ നിന്ന്, അവരുടെ നേതാക്കളുടെ വാക്കിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വാക്ക് പോലും നമ്മൾ ആരും കേട്ടിട്ടുള്ളതായിട്ടില്ല. കാരണം പണ്ട് ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ ഭാര്യ ആഗ്രഹിച്ചു അത്രേ, ഞാനും എന്റെ ഭർത്താവും കുറെ സ്വർണവും മാത്രം ഈ നാട്ടിൽ ബാക്കിയായിട്ട് ഈ ലോകം മുഴുവൻ നശിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അപ്പൊ ഇവിടെ ഈ കേരളത്തിലും ഇന്ത്യയിലും കുറെ CPM-കാർ മാത്രം, അതായത് അവർ ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങളെയും ന്യായീകരിക്കുന്ന കുറെ CPM-കാർ മാത്രം ബാക്കിയാവട്ടെ, ബാക്കി എല്ലാ പാർട്ടിക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും നശിക്കട്ടെ എന്നുള്ള ചിന്താഗതിയോട് കൂടിയിട്ട് ഇവരിറക്കുന്ന ഇത്തരം ക്യാപ്സ്യൂളുകൾ ഇപ്പോ ഇവരുടെ പാർട്ടിക്കാർ പോലും സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം, ഇത് കെട്ടിച്ചമച്ച ഒരു കഥയാണെന്നുള്ള ഒരു അവബോധം സൃഷ്ടിക്കത്തക്ക തോതിലുള്ള യാതൊരു നടപടിയും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ജനങ്ങൾക്ക് അങ്ങേയറ്റം മടുക്കുന്ന സ്ഥിരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾ ഇത്തരം ചാനൽ ചർച്ചകളിലൂടെ പറഞ്ഞിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ അഴിമതിക്കാരായ രാഷ്ട്രീയ പ്രവർത്തകരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടിട്ടുള്ള ന്യായീകരണങ്ങളൊന്നും ഇനി വിലപ്പോവില്ല.